ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പെയിന്റിംഗ് ഇൻഡസ്ട്രിയിലെ ഒരു സ്റ്റോക്കിനെ പറ്റിയിട്ടാണ്. ഇൻഡിഗോ പെയിന്റ് എന്ന ഒരു കമ്പനിയെ പറ്റിയിട്ടാണ്. അപ്പൊ അതൊരു മൾട്ടി ബാഗർ സ്റ്റോക്ക് ആവാനുള്ള എന്തെല്ലാം സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ ഒരു പെയിന്റിംഗ് ഇൻഡസ്ട്രി, ഒരു ഓവറോൾ ഇൻഡസ്ട്രിക്ക് എത്രത്തോളം സാധ്യതയുണ്ട് ഈ ഒരു കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഫണ്ടമെന്റലി എന്താണ് ഈ കമ്പനി, എന്താണ് ഇതിന്റെ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ, അതേപോലെ ഇതിന്റെ ഒരു കോർ ബിസിനസ് ഐഡിയ എന്താണ്, ഒരു പെയിന്റിംഗ് ഇൻഡസ്ട്രി എങ്ങനെയാണ്, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് നല്ലതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കും ഇൻവെസ്റ്റ് ചെയ്താൽ ഇതൊരു ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റോക്ക് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഡിഗോ പെയിന്റും കൂടി നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. സോ ഇന്ത്യയിലെ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, അതായത് പെയിന്റിംഗ് ഇൻഡസ്ട്രിയുടെ ഒരു മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 9.6 ബില്യൺ ആണ് ഇപ്പോൾ ഈ 2024, അതായത് 9.6 ബില്യൺ USD. സോ ഇവിടുന്ന് അടുത്തൊരു 2029 ആകുമ്പോഴത്തേക്കും ഒരു 15.56 ഒക്കെ ഒരു ബില്യൺ USDയുടെ ഒക്കെ ഒരു മാർക്കറ്റ് ക്യാപ്പ്, ഒരു ഗ്രോത്ത് ഉണ്ടാകുമെന്നാണ് നമ്മുടെ പല ഡാറ്റാസും നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് ഒക്കെ നല്ല രീതിയിൽ ഒരുപാട് പുതിയ ഹൗസിംഗ് ഡെവലപ്മെന്റ് കാര്യങ്ങളും, അതേപോലെ തന്നെ ഒരുപാട് കൺസ്ട്രക്ഷൻ രീതിയിലൊക്കെ നമ്മുടെ ഗവൺമെന്റ് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓവറോൾ ഒരു ഇന്ത്യയിലെ എല്ലാ രീതിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും കൺസ്ട്രക്ഷൻസും, അതേപോലെ തന്നെ പുതിയ പുതിയ വീട് നിർമ്മിക്കുന്നതും, ഇതൊക്കെ നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെയൊക്കെ പെയിന്റിംഗ് എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഈ ഒരു ഇൻഡസ്ട്രി ഇനിയും നല്ല രീതിയിലുള്ള, അതായത് ഒരു 7.5% ഒരു കാഗർ, ഒരു ഗ്രോത്ത് കാഗർ ഉണ്ടാകും എന്നാണ് പല ഡാറ്റാസും നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. അപ്പൊ ഇനി നമുക്ക് നേരെ സ്ക്രീനിൽ പോയിട്ട് നോക്കാം എന്തൊക്കെയാണ് ഇൻഡിഗോ പെയിന്റിന്റെ ഒരു റവന്യൂ എങ്ങനെയാണ്, അതിന്റെ ഒരു ഫണ്ടമെന്റലി എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, അതേപോലെ തന്നെ അതിന്റെ ഒരു ടെക്നിക്കൽ സൈഡും കൂടി നോക്കിയിട്ട് എത്രത്തോളം സാധ്യതയുണ്ട് ഒരു ഇൻഡിഗോ പെയിന്റ് നമുക്കൊരു നല്ല ഫ്യൂച്ചറിൽ നല്ലൊരു പൊട്ടൻഷ്യൽ, നല്ലൊരു മൾട്ടിബാഗർ റിട്ടേൺസ് തരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇൻഡിഗോ പെയിന്റിന്റെ ഒരു മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 6500 കോടിയാണ് ഇൻഡിഗോ പെയിന്റിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അതേമറിച്ച് ഇതേ ഇൻഡസ്ട്രിയിലെ ലീഡേഴ്സ് ആയിട്ടുള്ള ഏഷ്യൻ പെയിന്റിന്റെ മാർക്കറ്റ് ക്യാപ്പ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളത്. അതായത് ഏഷ്യൻ പെയിന്റിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 2,70,000 crore ആണ്. ഓക്കെ, അപ്പോ ഇപ്പോഴുള്ള ഇൻഡിഗോ പെയിന്റിനേക്കാളും ഒരു 10x അല്ലെങ്കിൽ ഒരു 20x കൂടുതലാണ് ഏഷ്യൻ പെയിന്റിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അതേപോലെ ഇൻഡിഗോ പെയിന്റിന്റെ റവന്യൂവും കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 6500 കോടിയുടെ ഒരു മാർക്കറ്റ് ക്യാപ്പാണ്. അപ്പൊ ഇനി ഇതൊരു ഒരു ഒരു 10%, ഒരു 10x അല്ലെങ്കിൽ ഒരു 5x ഒക്കെ റിട്ടേൺസ് തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പോഴത്തെ മാർക്കറ്റ് ലീഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ആണെങ്കിൽ പോലും ഏഷ്യൻ പെയിന്റിന്റെ മാർക്കറ്റ്, അതായത് ഓവറോൾ മാർക്കറ്റിൽ അവരുടെ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 58% അവരാണ്, ഏഷ്യൻ പെയിന്റിന്റെ കയ്യിലാണ് ഓൾമോസ്റ്റ് ഒരു 58%. അവിടെ ഇൻഡിഗോന്റെ ഒരു ഓവറോൾ മാർക്കറ്റ് ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വെറും 2.5% ആണ്. അപ്പോൾ വളരെ ഒരു ചെറിയ കമ്പനിയാണ്. അപ്പൊ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് ഇതിന്റെ ഒരു റവന്യൂവും ഇതിന്റെ ഒരു പ്രോഫിറ്റ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമ്മൾ നോക്കി അനലൈസ് ചെയ്തതിന് ശേഷം നല്ലൊരു പ്രോഫിറ്റബിൾ ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരണം ഒരു ചെറിയ കമ്പനിയാണ്, ഈ ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു കമ്പനിയാണ്. അപ്പൊ ഈ ഒരു കമ്പനിയിൽ ഇപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംതിങ് ഹാപ്പൻസ് ഇൻ ദ ഫ്യൂച്ചറിൽ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ചിലപ്പം ഈ ഒരു സ്റ്റോക്കിൽ നല്ല രീതിയിൽ അത് ബാധിക്കും. അപ്പൊ അതൊക്കെയാണ് അതിന്റെ ഒരു റിസ്ക് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു റിസ്ക് എടുക്കാൻ തീരെ താല്പര്യമില്ല, അതല്ല നിങ്ങൾക്ക് ഒരു സേഫ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആണ് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചെറിയ കമ്പനികൾ ചൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതല്ല നിങ്ങൾ കുറച്ചൊക്കെ റിസ്ക് എടുക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് റിസ്ക് ഒക്കെ എടുക്കാൻ തയ്യാറുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഡിഗോ പെയിന്റ് നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ്. ഇനി ഇതിന്റെ ഓവറോൾ ഇപ്പോൾ ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് 6500 ആണ്. ഇപ്പൊ കറന്റ് പ്രൈസ് എന്ന് പറയുന്നത് 1365 ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓവറോൾ ഹൈ പോയിട്ടുള്ളത് 1700, ലോ പോയിട്ടുള്ളത് 1250 ആണ്. ഇതിന്റെ ROC എന്ന് പറയുന്നത് 21.6%, ROE എന്ന് പറയുന്നത് 18.4%. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ റേഷ്യോസ് ആണ്. ഇതൊക്കെ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ഇത് നിങ്ങൾക്ക് അറിയാത്തൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ സ്റ്റോക്കിന്റെ PE എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ. അതായത് ഇപ്പോൾ ഇൻഡിഗോ പെയിന്റിന്റെ എന്ന് പറയുന്നത് 45.2% ആണ്. ഇനി നമുക്ക് മറ്റുള്ള സ്റ്റോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏഷ്യൻ പെയിന്റിന്റെ PE എന്ന് പറയുന്നത് വെറും 49.47% ഉള്ളൂ.
അപ്പൊ അക്കോർഡിംഗ് ടു ഏഷ്യൻ പെയിന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡിഗോ പെയിന്റ് 45.2%, സ്ലൈഡ്ലി ബിലോ ആണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് ചിന്തിച്ച മനസ്സിലാവും ചിലപ്പോൾ എങ്കിലും ഇൻഡിഗോ പെയിന്റിന്റെ പി കുറച്ച് കൂടുതലാണോ ലോ എന്നുള്ളത്. പക്ഷെ ഒരു ഓവറോൾ ഒരു മാർക്കറ്റിന്റെ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു പൊട്ടൻഷ്യൽ നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഡിഗോ പെയിന്റിന്റെ പി എന്ന് പറയുന്നത് 45.2% എന്നുള്ളത് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ പോകുന്ന ഒരു പി ആണ്. നമുക്ക് പിന്റെ പുറത്ത് ഇപ്പൊ ചില കമ്പനികളൊക്കെ നമുക്ക് പിന്റെ ഒരു വാല്യുവേഷൻ ആണ് പി മീൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു വാല്യുവേഷൻ നോക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ നമുക്ക് കമ്പനിയുടെ ഒരു ഓവറോൾ ഇയർ ഓൺ ഇയർ സെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 536, 625 crore, 906, 1073 കോടി. അപ്പോൾ തീർച്ചയായിട്ടും റവന്യൂല് സെയിൽസിൽ നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ട്. അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും 123, 136, 182, 222. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഫിറ്റിലും നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ട്. അതായത് എല്ലാ ഇയർ ഓൺ ഇയർ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് കമ്പനി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഒ പി എം എന്നുള്ളത് ഓപ്പറേറ്റിംഗ് മാർജിൻ ആണ്. മാർജിൻ എത്രയാണെന്ന് പറഞ്ഞാൽ 17%, 15%, 17%, ഒരു കൺസിസ്റ്റന്റ് മാർജിൻ ലെവലിലാണ് ഏഷ്യൻ പെയിന്റ് ഇൻഡിഗോ പെയിന്റ് എല്ലാ ഇയർ ഓൺ ഇയർ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ഒരു ഓവറോൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 84 കോടിയും പിന്നെ 132 കോടി, അതേപോലെ തന്നെ ഇപ്പോൾ ഒരു 144 കോടിയിലാണ് ഇപ്പോൾ ഇതിന്റെ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ EPS നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഏർണിംഗ് പെർ ഷെയർ നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ട്. 14.89 ഒരു ഗ്രോത്ത് ഉണ്ട്. അതേപോലെ തന്നെ 17, 27, 30. സോ നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് എല്ലായിടത്തും കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ ഒരു ആരൊക്കെയാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്. FASന്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് നല്ല രീതിയിലുള്ള, അതായത് 2022 അവരുടെ അടുത്ത് 10.19% ഉണ്ടായിരുന്നു. പിന്നീട് അവരുടെ സ്റ്റേക്ക് നല്ല രീതിയിൽ അവർ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ അവരുടെ അടുത്ത് വെറും 7.73% മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ DISന്റെ കയ്യിൽ അവർ സ്ലൈറ്റ്ലി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2023 ഡിസംബറിൽ അവർ വീണ്ടും ആഡ് ചെയ്തിട്ട് ഒരു 1.96 വരെ കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കിയുള്ള 36.37% ഇപ്പോൾ പബ്ലിക്കിന്റെ കയ്യിൽ തന്നെയാണ്. അതേപോലെ പ്രൊമോട്ടേഴ്സിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊമോട്ടേഴ്സ് 54% അവരുടെ കയ്യിലുണ്ടായിരുന്നു. അതും അവര് ഓൾമോസ്റ്റ് ഒരു 0.23% ഒരു സെല്ലിങ് അവർ നടത്തിയിട്ടുണ്ട്. അത് പല റീസൺസ് കൊണ്ടായിരിക്കും. കാരണം പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ഒരു ചെറിയ പെർസെൻറ്റേജ് സെല്ല് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അവർ ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടായിരിക്കും അവരുടെ ചെറിയ പെർസെൻറ്റേജ് അവർ സെല്ല് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഫണ്ടമെന്റലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡ് നോക്കാം. എന്താണ് ഇതിന്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് എന്താണ് പറയുന്നത് എന്നുള്ളത്. നമുക്കറിയാം ഓൾമോസ്റ്റ് ഇതിന്റെ IPO കഴിഞ്ഞൊരു സമയത്ത് ഇതിന്റെ ഒരു പ്രൈസ് നടന്നിട്ടുണ്ടായിരുന്നത് 3330 എന്നുള്ളൊരു സ്റ്റോക്ക് പ്രൈസിലായിരുന്നു. അവിടുന്ന് നല്ല രീതിയിലുള്ള ഒരു ഫാള് സംഭവിച്ചിട്ടുണ്ട്. സ്വാഭാവികം. കാരണം നമുക്ക് IPO എന്ന് പറയുന്നത് നമുക്കറിയാം വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ അവരുടെ പൈസ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു അവർക്ക് ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് അവർ കൂടുതലും നല്ല ഹൈ വാല്യൂവിൽ കൊണ്ടുപോയിട്ട് സ്റ്റോക്ക് IPO ചെയ്യുന്നതും അതിനുശേഷം അവരുടെ ഒരു പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺസ് അവർ നല്ല രീതിയിൽ തിരിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ നമ്മളെപ്പോലെയുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും ആ ഒരു സമയത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ബൈ ചെയ്യും. അവർ സെല് ചെയ്യും, നമ്മൾ ബൈ ചെയ്യും. അതാണ് കൂടുതലും സംഭവിക്കുക. സോ നമുക്കറിയാം അവിടുന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 58%, ഓൾമോസ്റ്റ് ഒരു 60%, 69-70%ന്റെ ഡൗൺഫാൾ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വന്ന് നല്ല രീതിയിലുള്ള ഒരു കൺസോളിഡേഷൻ ലെവലിലാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നിന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ലൊരു ബ്രേക്ക് ഔട്ട് താഴേക്കുള്ള നല്ലൊരു ബ്രേക്ക് ഔട്ട്, ഒരു സപ്പോർട്ട് ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയി, സ്റ്റോക്ക് മുകളിലേക്ക് പോയി വീണ്ടും ഒരു കൺസോളിഡേഷൻ ലെവലിലാണ്. ഇവിടുന്ന് ഇനി രണ്ട് സാധ്യതയാണ് ഉള്ളത്. ഒന്നെങ്കിൽ ഇവിടുന്ന് ഇനി വീണ്ടും ഒന്നും കൂടി താഴേക്ക് പോവും. താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുക്കാം. അതായത് ഒരു 7%, 8% ഒരു ഡൗൺഫാൾ ഉണ്ടാവും. ഇനി അതല്ല അവിടുന്ന് വീണ്ടും താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 19%, 15% ഒരു ഡൗൺഫാൾ ആയിരിക്കും. പക്ഷെ അത്രയ്ക്കൊന്നും ഈ സ്റ്റോക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല. കാരണം നല്ല രീതിയിലുള്ളതിന്റെ ഒരു ഫണ്ടമെന്റലി കോർ എന്ന് പറയുന്നത്
എപ്പോഴും സ്ട്രോങ് ആണ്. കാരണം നല്ല രീതിയിലുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇത് താഴേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. തീർച്ചയായിട്ടും മുകളിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. പക്ഷേ നമ്മുടെ അസംഷൻസും ചില സമയത്ത് തെറ്റിപ്പോവാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ. അപ്പോൾ ഇത് നിങ്ങളുടെ ഇൻഡിഗോ പെയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ്. നല്ല രീതിയിലുള്ള റിട്ടേൺസ് തരാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. ഇതൊരു നല്ല ഒരു നല്ല കറക്ഷൻസ് വരുന്ന സമയത്ത് നല്ല രീതിയിൽ ബൾക്കായിട്ട് മേടിച്ചിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു SIP മോഡലായിട്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് ഇൻഡിഗോ പെയിന്റ്. കാരണം പെയിന്റിംഗ് ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഒരു ഓവറോൾ പെയിന്റിംഗ് ഇൻഡസ്ട്രിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ 9.6 ബില്യൺ USDയുടെ ഒരു മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ഇനി 2029 ആകുമ്പോഴത്തേക്ക്, അതായത് അടുത്തൊരു 5 വർഷത്തിനകത്ത് നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് തീർച്ചയായിട്ടും ഈ ഒരു പെയിന്റിംഗ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാവും. ആ സമയത്ത് നല്ല രീതിയിലൊരു അവരുടെ ഒരു ഇപ്പോഴത്തെ ഇൻഡിഗോ പെയിന്റിന്റെ ഒരു ബിസിനസ് മോഡലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു മാർക്കറ്റ് ലീഡേഴ്സ് ആവാൻ, നല്ല രീതിയിലുള്ള ഒരു പെർസെൻറ്റേജ് ഓഫ് മാർക്കറ്റ് അവർക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും അവർക്ക് നല്ല രീതിയിലുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയും പറ്റും. അതേപോലെ നമ്മുടെ രാജ്യത്തെ ഒരു കൺസ്ട്രക്ഷൻ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്, അതായത് ഏർലിയർ ആയിട്ട് ഇപ്പോൾ എക്കണോമിക് ടൈംസിന്റെ ഒരു ഇതിൽ വന്നിട്ടുള്ളത് ലാസ്റ്റ് ഇയറിന്, അതായത് 2023 ഒരു കണക്ക് പ്രകാരം 13.3% ഒരു ഗ്രോത്ത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ, അതായത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ സെക്ടറിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു വളരെ നല്ലൊരു വളരെ നല്ലൊരു ന്യൂസ് ആണ്. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൺസ്ട്രക്ഷൻ സെക്ടേഴ്സ് ഒക്കെ നല്ല രീതിയിൽ വളരുമ്പോൾ തീർച്ചയായിട്ടും പെയിന്റിംഗ് ഇൻഡസ്ട്രി നല്ല രീതിയിൽ ബൂം ചെയ്യും. അതായത് ഒരു ലാസ്റ്റ് ഇയറിനെ സംബന്ധിച്ച് 7.9%, അത് പ്രീവിയസ് ക്വാർട്ടറിനെ സംബന്ധിച്ച് 7.9% ഒരു ഗ്രോത്ത്, ഒരു പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യൻ്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റയൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലബ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്നിടത്തോളം നിങ്ങളും കൂടി ഒന്ന് അനലൈസ് ചെയ്യും ഒരു സ്റ്റോക്കിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഇൻഡിഗോ പെയിന്റ് എത്രത്തോളം നല്ലൊരു കമ്പനിയാണ്, എന്താണ് അതിൻ്റെ ഒരു ന്യൂസ്, എന്താണ് അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്കും കൂടി ഓക്കെ ഈ ഒരു സ്റ്റോക്കിന് നല്ല രീതിയിൽ ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക്, ഈ ഒരു ഇൻഡിഗോ പെയിന്റിനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളും കൂടി ക്ലബ് ചെയ്തതിന് ശേഷം, നിങ്ങളുടെ ഇൻഫർമേഷൻസും കൂടി ക്ലബ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു ഇൻഡിഗോ പെയിന്റിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ ബൈ.